ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന VO എക്സാമിന്റെ ആൻസർ കീ ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസേഴ്സ് നോക്കാം. അപ്പോൾ ഇതൊരു പ്രൊവിഷണൽ ആൻസർ കീ പോലെ കരുതുക. ഇതിനകത്ത് ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. എക്സാം എഴുതിയിട്ടുള്ളവർ അവരുടെ മാർക്സുകൾ നോക്കാം, ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ ഏകദേശം കിട്ടുന്ന മാർക്ക് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും തന്നെ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഏകദേശമുള്ള ഒരു കട്ട് ഓഫ് മാർക്ക് നമുക്ക് നോക്കാം. അപ്പോൾ അത് അവസാനം പറയാം. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നോക്കാം. ആദ്യത്തെ ചോദ്യം ഒരു കലണ്ടറിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 2019 ഏപ്രിൽ 15 തിങ്കളാഴ്ചയാണ് എങ്കിൽ 2025 ഏപ്രിൽ 15 ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ ചൊവ്വ എന്നാണ്. ചൊവ്വ. അടുത്ത ചോദ്യം, രണ്ട് സംഖ്യകളുടെ തുക 15ഉം അവയുടെ വ്യത്യാസം 1ഉം ആയാൽ ആ സംഖ്യകളുടെ ഗുണനഫലം 56 ആണ്. അടുത്ത ചോദ്യം, അതിന്റെ ആൻസർ വന്നിരിക്കുന്ന 20 ആണ്. അടുത്തതും നിങ്ങൾക്ക് പറയാം. 0.01നെ 1/1000 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 10 ആണ്. ഒരു ക്ലോക്കിൽ സമയം 6:45 ആകുമ്പോൾ കണ്ണാടിയിൽ അതിന്റെ പ്രതിബിംബത്തിൽ കാണിക്കുന്ന സമയം 5:15 ആണ്. ഒരു സംഖ്യയുടെ 8% 72 ആയാൽ ആ സംഖ്യയുടെ 10% 90 ആണ്. ഇനി അവിടെ ഒരു സീരീസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സം എന്ന് പറഞ്ഞത് 169 ആണ്. A:B = 2:3, B:C = 4:3. അങ്ങനെയാണെങ്കിൽ A:B:C ആണ് ചോദിച്ചത്. 8:12:9 ആണ് അംശബന്ധം വരുന്നത്. ഒരു ഗോളത്തിന്റെ വ്യാപ്തം 36 പൈ ഘന സെന്റിമീറ്റർ. അതിന്റെ വ്യാസത്തിന്റെ നീളം എത്ര? 6 സെന്റിമീറ്റർ. ഒരു ക്ലാസ്സിലെ 20 ആൺകുട്ടികളുടെ ശരാശരി ഭാരം 45 കിലോ, 30 പെൺകുട്ടികളുടെ ശരാശരി ഭാരം 40 കിലോ എങ്കിൽ ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെ ശരാശരി ഭാരം 42. 6 പേർക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ 12 ദിവസം വേണം എങ്കിൽ 4 പേർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും? 18 ദിവസം. അടുത്തത് 0.333 എക്സെട്ര ഹോൾ സ്ക്വയർ ആണ്. അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 0.111. ഒരു നിശ്ചിത തുകയ്ക്ക് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ 410 രൂപ. ഈ തുകയ്ക്ക് ഇതേ പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ 400 എങ്കിൽ പലിശ നിരക്ക് 5%. അപ്പൊ ഈ ഒരു വീഡിയോയിൽ എല്ലാവരും ആൻസർ കീയാണ് വേഗം കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറയുന്നത്. ഇതിന്റെ ആൻസേഴ്സ് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. 2⁻100 = 2. അതിലേതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അല്ലെ. ഒരാൾ 100 രൂപയ്ക്ക് 11 മാങ്ങകൾ വാങ്ങി 10 മാങ്ങകൾ 110 രൂപയ്ക്ക് വിറ്റുവെങ്കിൽ ലാഭശതമാനം 21%. അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ 0.458 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഒറ്റയാനെ കണ്ടെത്താനുള്ള ആൻസർ 353 ആണ് കറക്റ്റ്. അതുപോലെ ഈ ശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ 30 ആണ്. ഒരു ക്ലോക്കിൽ സമയം 6:30 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് 15 ഡിഗ്രി. ഒരാൾ 2 കിലോമീറ്റർ വടക്കോട്ട് നടന്നതിന് ശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് നടന്നു. പിന്നീട് വീണ്ടും 3 കിലോമീറ്റർ വടക്കോട്ടും അവിടെ നിന്ന് 5 കിലോമീറ്റർ കിഴക്കോട്ടും നടന്നു. അയാൾ ആദ്യം നിന്ന സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ്? 13 കിലോമീറ്റർ. ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ നദി. മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചെന്തുരുണി. ജാതിക്കുമ്മി ആരുടെ കൃതി? പണ്ഡിറ്റ് കറുപ്പൻ. ഉദയഭൂമി ആരുടെ സമാധി സ്ഥലം? KR നാരായണൻ. ഭർത്താവില്ലാത്ത സ്ത്രീകൾക്കും പിന്നോക്ക അവസ്ഥയിലുള്ള സ്ത്രീകൾക്കും വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണ്യ. 941 ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയം കൈഗ. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 11. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തി മാഡം ബികാജി കാമ. 0 ഡിഗ്രി രേഖാംശ രേഖയിൽ രാവിലെ 10 മണിയായിരിക്കുമ്പോൾ 82.5 രേഖാംശത്തിൽ സമയം എത്രയായിരിക്കും? 3:30. വൈകുന്നേരം 3:30 ആയിരിക്കും, 3:30 PM. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏഷ്യൻ രാജ്യം ചൈന. ചേര ഭരണകാലത്ത് പദവാരം എന്നറിയപ്പെട്ടിരുന്ന നികുതിയാണ് ഭൂനികുതി. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇതാരുടെ വാക്കുകൾ? ജോൺ ലോക്ക്. 1946 സ്ത്രീകളുടെ നേതൃത്വത്തിൽ
തോൾ വിറക് സമരം നടന്നത് ചീമേനി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ലാഹോറിലെ 1929 സമ്മേളനത്തിൽ. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിലൊന്നായ കാലിബംഗൻ നഗരം ഖഗർ നദീതീരത്തായിരുന്നു. കാലിബംഗൻ. സിംല, ഡാർജിലിംഗ് തുടങ്ങിയ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ മലനിരയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് സാറിയ. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ജലപാതയാണ്? ദേശീയ ജലപാത 3 NW നാഷണൽ വാട്ടർവേസ് 3 ആണ് ദേശീയ ജലപാത 3. വടക്കേ അമേരിക്കയുടെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റ് ചിനൂക്ക്. മൺസൂണിന്റെ രൂപം കൊള്ളലിന് കാരണമാകാത്ത ഘടകം ഘർഷണം. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത് 94 ഏപ്രിൽ 23. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശൂർ. അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ 1964 രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ. രാജ്യസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി 30. വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏതു ബാങ്കിന്റെ മുദ്രാവാക്യം? മഹിളാ ബാങ്ക്. സുവർണ നാര് എന്നറിയപ്പെടുന്ന ഉൽപ്പന്നം ചണം. തിലോത്തമ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? എള്ള്. ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ജംഷഡ്പൂർ. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്കു വ്യവസായശാല ബൊക്കാറോ. ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. അതുപോലെ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ സി കറക്റ്റ് ആണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയം. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരൾ. റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ദ്രവ ഹൈഡ്രജനും ദ്രവ ഓക്സിജനും ഉപയോഗിക്കും. രാസോർജം വൈദ്യുതോർജമാക്കുന്നത് ബാറ്ററിയാണ്. ഏതിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജം? വാതകങ്ങളിൽ. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരുന്നു. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് 1 മില്ലിബാർ മർദ്ദം കുറയും. സൗരയൂഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമി. ഏറ്റവും കുറവുള്ളത് ഏതാണ്? ശനിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് മൗലിക അവകാശങ്ങൾ. ഭരണഘടനയിൽ 324 വകുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കുന്നതിനുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകൾ? പ്ലേറ്റോ. ചുവടെ നൽകിയിട്ടുള്ളതിൽ ലാറ്ററേറ്റ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രദേശം. മൺസൂൺ മഴയും ഇടവിട്ട് ഉഷ്ണവും അനുഭവപ്പെടുന്ന പ്രദേശം. ഭിന്നശേഷിയുള്ളവർക്കായി IT പാർക്ക് നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന. 2018 തായ്ലൻഡിലെ ഗുഹയിൽ കുടുങ്ങിയത് ഏത് ഫുട്ബോൾ ടീമിലെ കുട്ടികളാണ്? വൈൽഡ് ബോർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് നെവാഷേവ. He is the dash of the 3 brothers. He is the richest. Although it was cloudy, we dashed for a walk. We went for a walk. Find out the correctly spelled word. Massacre. Option D ആണ് correct. The noise caused all the neighbors to go nuts. Option A. The chief guest gave dash the prize. Gave away the prize. Option D. Have you told him about the incident? Option C. I would not accept the offer if I dash you, if I were you. Option D. He was accompanied dash his wife by his wife. This is the boy dash won the gold medal. Who won the gold medal? The antonym of pride. പ്രൈഡിന്റെ അന്റോണി ഇവിടെ കൊടുത്തിട്ടില്ല. ഹ്യൂമിഡ് അല്ല, ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആവുമായിരുന്നു. ഹ്യൂമിലിറ്റി കറക്റ്റ് ആണ്. ടിമിഡിറ്റി കറക്റ്റ് ആണ്. ഇവിടെ ആൻസർ കൊടുത്തിട്ടില്ല. I have lost my dash of keys. Bunch of keys. Meaning of senicide, killing an old man. അതാണ് senicide. Senior എന്നുള്ള meaning. India won the match. Change this into passive. The match was won by India. Option C. I am always dash trouble with my neighbors. Having trouble with my neighbors. Option D. Either you or she has got the box. Option B. I dashed my grandfather's house in those days. I had to visit.
Option A. A man whose wife is dead is called widower. I don't like the tea, he said. Change this sentence into indirect speech. Option B. He said that he didn't like the tea. Next question. Her mother last year. Her mother passed away last year. Few people knew the answer. Did they? Option D. കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തുക. വെള്ളയപ്പത്തിന് ഇരുമ്പു ചട്ടി, വെള്ളത്തിലാര് കമഴ്ത്തിയിട്ടു, താന്നു പോകില്ലീ ഇരുമ്പു ചട്ടി, കാണാമതിലോ വെളുത്ത ചുട്ടി. ആമ. ഓപ്ഷൻ എ. ഗൃഹസ്ഥൻ എന്ന പദത്തിന്റെ എതിർലിംഗം ഗൃഹിണിയാണ്. ഗൃഹസ്ഥൻ എന്ന പദത്തിന്റെ എതിർലിംഗം ഗൃഹിണി. പ്രസൻസ് ഓഫ് മൈൻഡ് എന്നതിന്റെ മലയാള പദം മനസാന്നിധ്യം. വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറയുന്നതാണ് ഇന്ദുലേഖയില്ലെങ്കിൽ ദാസി. ഷഷ്പം എന്ന പദത്തിന്റെ അർത്ഥം ഇളം പുല്ല്. അത്യന്തം അതി പ്ലസ് അന്തം. ഓപ്ഷൻ ഡി. ശരിയായ പദം ഇതിൽ കൊടുത്തിട്ടില്ല. വിദുഷി എന്നാണ്. വിദു വെറും ദായാണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വിദുഷി എന്നാണ് ഇവിടെ വരിക. ആ വിദുഷിയില് ഈ ദായാണ് യൂസ് ചെയ്യുക. സഹജം എന്ന പദത്തിന്റെ വിപരീത പദം. സഹജം എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ളത്, ഇൻബോൺ ആയിട്ടുള്ളത് എന്നാണ് അർത്ഥം. ആർജിതം, നേടിയെടുത്തത് എന്നതാണ് അതിന്റെ വിപരീതം. കണ്ണ് കാണാത്തവൻ എന്ന വാക്കിന്റെ ഒറ്റപ്പദം അന്ധൻ എന്നതാണ്. കണ്ണ് കാണാത്തവൻ. ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ്. അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ ഇതിനകത്തൊരു ഏകദേശം ഒരു 76 മുതൽ 82 വരെയൊക്കെ ആ ഒരു കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു. പലരുടെയും പ്രഡിക്ഷൻസ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങളെ അറിയിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ കോഴിക്കോടാണെങ്കിൽ 74 മുതലാണ് കട്ട് ഓഫ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പോൾ എല്ലാവരും കൂട്ടി നോക്കുക, കമൻസ് അറിയിക്കുക. ഏതെങ്കിലും ആൻസേഴ്സ് തെറ്റു വരുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പ്ലീസ് കമൻറ്റ് ബിലോ. അത് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും കമൻസ്. താങ്ക് യു സോ മച്ച്.